ചില ഓർഗാനിസംസിൽ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ബോഡിക്ക് പുറത്ത് വെച്ചായിരിക്കും. മഷ്റൂമിന് ചുറ്റും കാണുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ മഷ്റൂമുകൾ എൻസൈംസിനെ ഇതുപോലെ തന്നെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്തതിന് ശേഷം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മാറ്ററിനെ അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയലിനെ സിമ്പിൾ ഫോംസ് ആക്കി മാറ്റും. അങ്ങനെ സിമ്പിൾ ഫോംസ് ആക്കി മാറ്റിയതിന് ശേഷം അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെയാണ് അവ ചെയ്യുക. മറ്റു ചില ഓർഗാനിസംസ് അങ്ങനെയല്ല. ഫുഡ് പാർട്ടിക്കിൾസിനെ ബോഡിക്ക് അകത്തേക്ക് എടുത്തതിന് ശേഷം അവിടെ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഫുഡ് പാർട്ടിക്കിൾസ് അതിനെ ഇൻജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കഴിക്കും. ആ ഫുഡ് പാർട്ടിക്കിൾസ് നേരെ സ്റ്റൊമക്കിലേക്ക് എത്തി. സ്റ്റൊമക്കിൽ എൻസൈംസിനെ റിലീസ് ചെയ്ത് അതിനെ സിമ്പിൾ ഫോംസ് ആക്കി മാറ്റിയെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്നത്. സം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രോം അതർ പ്ലാന്റ്സ് ഓർ ആനിമൽസ് വിത്തൗട്ട് കില്ലിംഗ് ദം ആൻഡ് ദേ ആർ നോൺ ആസ് പാരസൈറ്റ്സ്. ഹോസ്റ്റിൽ നിന്നും അതിനെ കൊല്ലാതെ തന്നെ ഫുഡ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ആര് ചെയ്യുന്നത്? പാരസൈറ്റുകൾ ചെയ്യുക. നമുക്കൊരു 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് NCERT. കസ്ക്യൂട്ട, ടിക്സ്, ലൈസ്, ലീച്ചസ്, ടേപ്പ് വർംസ് എക്സെട്ര. കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് ഒരു പ്ലാന്റ് പാരസൈറ്റാണ്. അപ്പോൾ ആ ഗ്രീൻ കളറിലുള്ള പ്ലാന്റിനെ വരിഞ്ഞ് മുറുക്കി അതിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ടിക്സ് നമുക്കറിയാവുന്നതാണ്. ഡോഗ്സിൻ്റെയൊക്കെ ഹെയറിൻ്റെ ഇടയ്ക്ക് കാണുന്ന ടിക്സ്. അതുപോലെ തന്നെ ലൈസ്, നമ്മുടെ ഹെയറിനിടയ്ക്ക് കാണുന്ന ലൈസ് അല്ലെങ്കിൽ പേൻ. അതുപോലെ തന്നെ ലീച്ചസ്, ലാൻഡ് ലീച്ചുകളും പോണ്ട് ലീച്ചുകളും ഉണ്ട്. അവ ഇങ്ങനെ കടിച്ച് ബ്ലഡിനെ എടുക്കും. അതുപോലെ തന്നെ ടേപ്പ് വേംസ്, ഇങ്ങനെ ടേപ്പിൻ്റെ ഫോമിൽ കാണുന്ന ടേപ്പ് വേംസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹെഡ് യൂഷ്വലി ഇവിടെയാണ് അതിൻ്റെ ഹെഡ് വരുന്നത്. ഹൗ ഡു ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ദെയർ ന്യൂട്രീഷൻ? പല ഓർഗാനിസംസിലും പല രീതിയിലായിരിക്കും ആ ന്യൂട്രീഷൻ കിട്ടുന്നത്. സിംഗിൾ സെൽഡ് ഓർഗാനിസംസിന് 2 എക്സാമ്പിളുകളാണ് NCERT കൊടുത്തിട്ടുള്ളത്. അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ അമീബ. അറിയാലോ, അമീബ എന്ന് പറയുന്നത് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഫാൾസ് ഫുട്ടുകളുള്ള ഓർഗാനിസമാണ് അമീബ, വിച്ച് ഇസ് എ പ്രോട്ടോസോവ. അപ്പോൾ ഇതിൻ്റെ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറുകളാണ് അതായത് സ്യൂഡോപോഡിയ. ആ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഫുഡ് പാർട്ടിക്കിൾസിനെ കവർ ചെയ്യും, അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യും, അകത്താക്കും. അതിനുശേഷം ഫുഡ് വാക്യൂൾ ഫോം ചെയ്യിക്കും. ഫുഡ് വാക്യൂൾ ഫോം ചെയ്തതിന് ശേഷം സൈറ്റോപ്ലാസത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ബാക്കിയുള്ളവയെ, അതായത് ഇത് ഡൈജസ്റ്റീവ് പ്രോഡക്ട്സ് ആണ് ഇത്. ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും? ബോഡി സർഫസ്, സെൽ സർഫസ്. ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിസെല്ലാറാണ്. സെൽ സർഫസ് വഴി പുറത്തേക്ക് തള്ളും. ഇതാണ് അമീബയിൽ കാണുന്ന ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു ഓർഗാനിസമാണ് പാരമീഷ്യം എന്ന് പറയുന്ന ഓർഗാനിസം. ആ പാരമീഷ്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിസെല്ലാർ ആണെങ്കിലും ഫ്രഷ് വാട്ടർ പ്രോട്ടോസോവനാണ്. യൂണിസെല്ലാർ ആണെങ്കിലും അതിൻ്റെ സെല്ലുകൾക്ക് ചുറ്റും സീലിയ കാണും. അപ്പോൾ സീലിയ ഉപയോഗിച്ചിട്ട് ഫുഡ് പാർട്ടിക്കിൾസിന് അകത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ടാവും. ഈ ഓപ്പണിംഗ് വഴി ഫുഡ് പാർട്ടിക്കിൾസിനകത്തെത്തിച്ച് ഫുഡ് വാക്യൂൾസ് ഫോം ചെയ്യും. ഡൈജഷൻ കഴിഞ്ഞ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് തള്ളുകയും ഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും.